ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇന്നലെ കാണുകയും കേൾക്കുകയും ചെയ്ത വാർത്തകൾ വിശദമായി പത്രമാധ്യമത്തിലൂടെ ഒന്നുകൂടെ വായിച്ച് നേരം പോയതറിഞ്ഞില്ല. അന്തരീക്ഷമാണെങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ ഒരെത്തും പിടിയും കിട്ടിയില്ല. കുറേ നേരം തൻ്റെ ചെടികളിലെ പൂക്കളെയും അതിൽ വരുന്ന കിളികളെയും ഒക്കെ നോക്കി അങ്ങനെ കുറേ നേരം ഇരുന്നു. എന്നാൽ ഇന്നാണെങ്കിൽ പുറത്തെങ്ങും പോകാനുമില്ല. നല്ല അന്തരീക്ഷമായതുകൊണ്ട് മനസ്സിനൊരു സന്തോഷവും. എന്നാൽ തുടങ്ങി വെച്ച പണികളിൽ കുറേ അധികമൊക്കെ ഇനിയും അല്ലറ ചില്ലറ ബാക്കിയുണ്ട്. അത്തരം ചില പണികളിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് താൻ 7 വർഷം മുന്നേ നഴ്സറിയിൽ നിന്നും വാങ്ങിയ കൊച്ചു 2 ചെടികളും അതുപോലെ ഒരു 3-4 മറ്റ് ചെടികളും ബോൺസായിയായി വളർത്താമെന്നുള്ളൊരു ആഗ്രഹം അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത്തരം കുറച്ച് ചെടികൾ നട്ട് പരിപാലിച്ച് പോന്നിരുന്നു. അവയിൽ 4 മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ അവയെ 6 മാസത്തിലൊരിക്കലെങ്കിലും മിനിമം അവയുടെ വേരുകളും തലവും കട്ട് ചെയ്ത് അവയ്ക്ക് അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ കുറച്ചു കാലമായി ഈ ചെടികളിലേക്കൊന്നും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് അത്തരം പണികളിൽ മുഴുകാറുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് തുടക്കം കുറിക്കാമെന്നുള്ള അവസ്ഥയിൽ ഇന്നത്തെ ദിവസം മാറ്റിവെച്ചു. അങ്ങനെ 7 വർഷം മുന്നേ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ 2 ചെടികളിൽ ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ശിഖരങ്ങളും വേരുകളും വളർന്നു പോയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനെ ഒന്ന് പരിപാലിക്കാൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ബോൺസായി വളർത്തുന്നത് പാപമല്ലേ എന്ന് പലരും പല ലേഖനങ്ങളിലും വായിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം വായനകൾ എന്നെ സംബന്ധിച്ച് ഇഷ്ടവുമാണ്. തന്നെയുമല്ല, വായന ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ എന്ന നിലയിൽ പല മേഖലകളിലൂടെയും അഗാധമായ പഠനത്തിലൂടെയും ഒക്കെ പോയി തിരികെ വന്നിട്ടുണ്ട്. പക്ഷെ ബോൺസായി വളർത്തുന്നത് പാപമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് കോടാനുകൂടി മനുഷ്യരെ ജീവനോടെ ചുട്ടിരിക്കുന്നതും ഭക്ഷണം കൊടുക്കാതെ അവരെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കുന്നതുമൊക്കെ ഒരു പാപമല്ലേ എന്ന് ഞാൻ മനസ്സിൽ കരുതാറുണ്ട്. അപ്പോൾ ഇതൊരു പാപമായി എനിക്ക് അത്രയങ്ങ് തോന്നിയതുമില്ല. കാരണം മനുഷ്യൻ ജീവിച്ചു പോരുന്നത് പ്രകൃതിയിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളതും വിവേകശാലിയുമായ മനുഷ്യരായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും മനുഷ്യൻ അവൻ്റെ യഥേഷ്ടം ഉപയോഗിച്ചു വരികയാണ്. അപ്പോൾ മറ്റ് ജീവജാലങ്ങളെ അവർ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അതെല്ലാം പാപമല്ലേ? അപ്പോൾ അത്തരത്തിൽ ബോൺസായി ചെടികളെ പൊതുവിൽ ഇഷ്ടമുണ്ട്. അതിൻ്റെ പരിപാലനവും കാര്യങ്ങളുമൊക്കെ ബാല്യത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരു 5-8 വർഷം മുന്നം അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. ഒരിടയ്ക്ക് 10,000-2000 ചെടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ കാണുന്ന പൂക്കളെ പോലുള്ള ചെടികൾക്കൊന്നും പ്രത്യേകിച്ച് സംരക്ഷണങ്ങളൊന്നും കൊടുക്കണ്ട. പക്ഷേ ആ പൂക്കളുടെ സൗന്ദര്യം നമ്മെ മതിപ്പിക്കുന്നതാണ്. അങ്ങനെ ആ ചെടി കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ബോൺസായിയായി വളർത്താൻ ഉദ്ദേശിച്ചത് ഒരു ഞാവലാണ്. ഞാവൽ പഴത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. അങ്ങനെ 7 വർഷം മുന്നം ഞാവലും ഞാൻ പിടിപ്പിച്ചിരുന്നു. ഞാവൽ മാത്രമല്ല, കുറേ അധികം മരങ്ങൾ പിടിപ്പിച്ചിരുന്നു. പക്ഷേ അശ്രദ്ധ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുമൊക്കെ അവ കുറച്ചൊക്കെ നശിച്ചുപോയി. ഇനി 4 മാത്രമാണുള്ളത്. അതിൽ 2ാമത്തേതാണ് ഈ ഞാവൽ. 7 വർഷം പൂർത്തിയായ ഞാവലാണ്. പല പ്രാവശ്യം കരിഞ്ഞുണങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും സംരക്ഷണം കൊടുത്ത് അവയെ ഉണങ്ങാതെ വീണ്ടും പരിപാലിച്ചു കൊണ്ടുവരികയാണ്. അവയ്ക്കും അത്യാവശ്യം ഇത്തിരി വളങ്ങളുമൊക്കെ കൊടുത്ത് ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അവർ മുതിർന്നു വരുമ്പോൾ അവയുടെ ശിഖരങ്ങൾ കട്ട് ചെയ്യുകയും വേരുകൾ കട്ട് ചെയ്യുകയും ചെയ്താണ് അവയെ നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. പക്ഷേ സംരക്ഷണം വളരെ കൃത്യമല്ലെങ്കിൽ അവ അറിയാതെ ഉണങ്ങിപ്പോയി എന്നിരിക്കും. അങ്ങനെ ഞാവൽ കിളർത്ത് നല്ല പച്ചപ്പോടെ തളിർത്ത് വരികയാണ്. അതിൻ്റെ തടി കണ്ടാൽ അറിയാം 7 വർഷത്തെ മൂപ്പ് നിങ്ങൾക്ക് തോന്നുമോ ആവോ? ചില ബോൺസായി ഒക്കെ 1 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞാണെന്ന് പറയുമ്പോൾ നമുക്ക് അതത്ര അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് 7 വർഷം കഴിഞ്ഞതാണ്. അടുത്തതായി ആലാണ്. ആൽമരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. കാരണം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്നതും കുളിർ നൽകുന്നതും ആലാണെന്നാണല്ലോ വൈപ്പ്. തന്നെയുമല്ല, കൃഷ്ണൻ്റെ ഇഷ്ടപ്പെട്ട ലീലാവിലാസങ്ങളിൽപ്പെട്ട ഒരു മരവുമാണല്ലോ. അങ്ങനെ എല്ലാ ഐതിഹ്യങ്ങൾ കൊണ്ടും പൗരാണിക കഥകൾ കൊണ്ടുമൊക്കെ പേരുകേട്ട ആൽമരം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അവയെയും ഒരെണ്ണത്തിന് ഞാൻ എൻ്റെ ചട്ടിയിൽ പരിപാലിച്ചു പോരുകയാണ്. ഇതിനും 7 വർഷത്തെ പഴക്കമുണ്ട്.
അങ്ങനെ അതിൻ്റെ വേരുകളും ശിഖരങ്ങളും കട്ട് ചെയ്ത് അവയ്ക്കും അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്ത് ഞാനങ്ങനെ അവയെയും സംതൃപ്തിയോടെ തൊട്ടു തലോടി ഞാൻ ഇരുന്ന സ്ഥലത്തിൽ കൊണ്ട് തന്നെ പോയി വയ്ക്കുകയാണ്. അടുത്തത് എനിക്ക് ആൽമരത്തെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊന്നാണ് അരയാലല്ല പേരാൽ. അത്തി, ഇത്തി, അരയാൽ, പേരാൽ ഇവ 4ഉം ഞാൻ പിടിപ്പിച്ചിരുന്നു. അത്തിമരം ഒരുപാട് നിലത്തേക്ക് വേരിറങ്ങി വളർന്നു പോയി വീടിൻ്റെ തറയ്ക്ക് വരെ കേടുവരുമെന്നുള്ള ഭാവം വന്നപ്പോൾ ഞാൻ അത്തിമരത്തെ ഒഴിവാക്കിയിരുന്നു. അവയെ ചട്ടിയിൽ പിടിപ്പിക്കാനൊട്ട് കഴിഞ്ഞുമില്ല. അങ്ങനെ പേരാലിൻ്റെ ശിഖരങ്ങളുമൊക്കെ ഒന്ന് വെട്ടി അതിനും അത്യാവശ്യ വളങ്ങളൊക്കെ കൊടുത്ത് ഞാൻ അവയെ പരിപോഷിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് വല്ലാത്തൊരു ഉന്മേഷവും നമുക്ക് ഒരു സന്തോഷവും ലഭിച്ചു. കാരണം ചെടി പരിപാലനം ഇതിക്ക് മുന്നേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നൽകുന്ന സന്തോഷവും ആത്മസംതൃപ്തിയും ആരോഗ്യവും ചെറുതല്ല. അത് ചെയ്തവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുവാൻ കഴിയൂ. കിട്ടുന്ന അവസരം നമ്മൾ സന്തോഷിക്കുക. അത് ചെടിയായാലും മൃഗങ്ങളായാലും നമ്മുടെ കാട്ടുപള്ളികളെ നീക്കം ചെയ്യുന്നതായാലും വീട് വൃത്തിയാക്കുന്നതായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നമ്മളുടെ സമയം ഒരു ദിവസം പോലും നമ്മൾ വെറുതെ ഇരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പ്രത്യേകിച്ചും പ്രായം അല്പം വൈകിയവർ നിരന്തരമായി നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പേരാലിനെയും തൊട്ടു തലോടി ഞാൻ വൃത്തിയാക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. ഇനി ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് വിശേഷങ്ങൾ ഒരുപാടുണ്ട്. എന്നെ സംബന്ധിച്ച് വീടിൻ്റെ പണികളും കാര്യങ്ങളും പുറമ്പോക്കും അതുപോലെ പിന്നാമ്പുറങ്ങളും ഇത്തരം കൊച്ചു പൂക്കളെയുമൊക്കെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെ ഓരോന്നിനെയും തലോടിക്കൊണ്ടും അത് അടുത്തത് മറ്റൊരു മരങ്ങളെ ഇനി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാടായതുകൊണ്ട് ഇന്ന് ആ 4 മരം ചെടികളെ സംതൃപ്തിയോടെ തൊട്ട് തലോടി ഞാൻ വൃത്തിയാക്കി കൊണ്ടുവച്ചു. അതുപോലെ ആദ്യമേ ഉണ്ടാക്കിയ ചെടിയിൽ ഒരെണ്ണം പുറത്തൊരു ചട്ടിയിലിരുന്ന് കോൺക്രീറ്റ് തറ പോലും പൊട്ടിച്ച് അതിൻ്റെ വേരുകൾ ഇറങ്ങിയിരുന്നു. ആ വേരുകളെയും കട്ട് ചെയ്ത് അതിനെയും വളരെ ഭംഗിയാക്കി ഒന്ന് ക്രോപ്പ് ചെയ്ത് ഞാൻ നിർത്തുകയാണ്. അതൊരല്പം വലിയ ചട്ടിയിലായതുകൊണ്ട് അതിന് പെട്ടെന്ന് ഹോൾ വലുതായതുകൊണ്ട് പെട്ടെന്ന് വലിയ വേരുകൾ ഇറങ്ങി കോൺക്രീറ്റ് വരെ പൊട്ടിച്ച് പുറത്തിറങ്ങിയിരുന്നു. അങ്ങനെ അതിൻ്റെയും ക്രോപ്പ് ചെയ്ത് ഭംഗിയാക്കി ഇന്നത്തെ ദിവസം ആസ്വദിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയുവാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ആരോഗ്യമാണ്. ഗുളികകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു തരത്തിൽ ഉച്ചവരെയാക്കി. നല്ല വിശപ്പുമുണ്ട്, അങ്ങനെ ദാഹവുമുണ്ട്. അങ്ങനെ ആ പണികൾ അവസാനിപ്പിച്ച് ഇന്നത്തെ കാഴ്ചകളും അവസാനിപ്പിച്ച് ഞാൻ വീടിനകത്തേക്ക് കടക്കുകയാണ്. ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഒരു ലൈക്ക് അടിക്കാൻ പ്രത്യേകിച്ച് പിശുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ലൈക്കിനും ഷെയറിനും മാത്രമല്ല, എന്നെ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷവും നന്ദി അറിയിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.